അതിനകത്ത് ഒരു ഒരു കാര്യമുള്ളത്, ഇപ്പം സാർ പറഞ്ഞിട്ട് 100% ചോദിക്കുക, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുണ്ട്, ജാതീയമായ വേർതിരിവുകളുണ്ട്, അതൊരു ഫാക്റ്റാണ്. കേരളത്തിൽ അത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചെറിയ തോതിലൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. കാരണം കേരളത്തിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ തന്നെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ല, അതെല്ലാവരും ആചരിച്ചിരുന്നതാണ്. ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടാന്ന്, പിന്നെ ബ്രാഹ്മണന് ഇത്രടി മാറി നായർ നിൽക്കണം, നായരിന് ഇത്രടി മാറി ഈഴവൻ നിൽക്കണം, ഈഴവനിന് ഇത്ര മാറി പുലയൻ നിൽക്കണം, പുലയനിന് ഇത്രടി മാറി പറയൻ നിൽക്കണം എന്നായിരുന്നു അന്നത്തെ സംവിധാനം ഉണ്ടായിരുന്നത്. അതിൻ്റെ കൃത്യമായ അളവും പറയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് അതൊക്കെ അങ്ങ് മാറി, ഒരുപാട് കേരളം പുരോഗമിച്ചു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ഫൈറ്റാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടമല്ല. ഗുരുദേവനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കിയത്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ഒരു ഫൈറ്റ് നടത്തിയിട്ട് എനിക്കറിയില്ല. ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പാർട്ടിയുടെ മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല. വൈക്കം സത്യാഗ്രഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ ഈ നിൽക്കുന്ന അസമത്വം പരിഹരിക്കാൻ പാവപ്പെട്ട, അതായത് ഈ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട, അതിനകത്ത് വരുന്നത് സംവരണത്തിന് ആനുകൂല്യം കിട്ടാത്ത സമുദായമായിരിക്കും, അതിനകത്ത് മുന്നോക്കാർ വരുമല്ലോ, അവർക്ക് അർഹിക്കുന്ന ജോലി നിഷേധിച്ചാൽ ഈ സാമൂഹ്യ സമത്വം കൈവരുത്താൻ കഴിയുമെന്ന് CPI വിചാരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അല്ല, അങ്ങനെയല്ല ആ വിചാരം പോകേണ്ടത്. അതായത് ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സാമൂഹ്യ അന്തസ്സിൻ്റെ പങ്കുവയ്ക്കലിൽ ഇന്ത്യയിൽ ഇപ്പോഴും ആ അന്തസ്സ് മനുഷ്യന് പൂർണ്ണമായി പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നിടത്ത് നമ്മൾ ഇന്ത്യയിലൊട്ടാകെ സാമ്പത്തിക സംവരണത്തിൻ്റെ ഒരളവ് പോലും ഈ സംവരണത്തെപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് അത് പലതരത്തിൽ തടസ്സമാകും എന്ന് കരുതുന്ന ഒരുപാട് ഗവേഷകർ, അവരെ ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും പണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ആശയത്തോട് വിയോജിപ്പുണ്ട്. പക്ഷേ കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേരളത്തിൽ അതിന് ചില ന്യായമായ, കാരണം ഇവിടെ ജന്മിത്വം അവസാനിച്ച നാടാണ്. അങ്ങനെ പണ്ട് കാലത്ത് ജന്മിവർ കൂട്ടുവെച്ച് അന്തസ്സൊക്കെ തകർത്ത് കളഞ്ഞ നാടാണ്. ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ചിലരുടെ മനസ്സുകളിൽ രോഗം പോലെ കുടികൊള്ളുന്നു എന്നതൊക്കെ ശരിയാണെങ്കിലും ഇത് ഒരു പ്രത്യേക സംസ്ഥാനമാണ് ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇപ്പോഴും എല്ലായിടത്തും നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ സ്വാമിനാഥൻ പറഞ്ഞത്, ഇന്ത്യയിൽ നക്സലിസം അവസാനിപ്പിക്കാൻ പോലീസ് നടപടിയല്ല വേണ്ടത്, ഭൂപരിഷ്കരണമാണ്. ഇതെല്ലാം ഇന്ത്യയിലുണ്ട്. ഇത്തരം ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ത്യയിലുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത, ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച റിപ്പോർട്ടാണ്, ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ CPI എടുത്ത നിലപാട്, ആ നിലപാടിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, തർക്കങ്ങളുണ്ടാവാം, പക്ഷേ CPIയുടെ ഒരു നിലപാടാണ്. അല്ല, ഇതിനകത്ത് എനിക്കൊരു സംശയം വന്നത്, CPMഉം CPIയും ലയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. CPM ആണ് ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷന് സംവരണം കൊടുത്തത്. രണ്ടും 64 വരെ ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ CPM അതിൽ ഒരു സോഷ്യലിസ്റ്റ് മനസ്സ് കാണുകയും CPM അത് സോഷ്യലിസ്റ്റ് വിരുദ്ധമായി കാണുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ഈ വിരുദ്ധതയല്ല അതിൽ. കേരളത്തിൻ്റെ ഇതൊക്കെ ഒഴിച്ചാൽ CPI കാണുന്നതിലും CPM കാണുന്നതിലും ചില കാര്യങ്ങളിൽ, ചില കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഒരു പാർട്ടിയിൽ നിൽക്കുമ്പം തന്നെ ആ പാർട്ടിയിലുള്ളവരെല്ലാം ഒരേ അഭിപ്രായമുള്ളവരാണെന്നില്ല, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. തീരുമാനമെടുക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരം ഒരു തീരുമാനമാണ് ചണ്ഡീഗഡിൽ എടുത്തത്. സാർ അത്രയും മനസ്സിലാക്കിയാൽ മതി. സാറേ, ഇപ്പോൾ ഇതിനകത്ത് രണ്ടാമത് ജയശങ്കർ ഉന്നയിച്ച ഒരു കാര്യം, നമ്മുടെ ഹിന്ദു വിരുദ്ധത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPIയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മുടെ CPIഎമ്മിനും അതുണ്ടോ എന്ന് ചോദിച്ചാൽ 2019 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തോക്കാൻ ബേസിക്കായുള്ള റീസൺ ശബരിമല ക്ഷേത്രത്തിലെ ഈ രണ്ടാം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെ കയറ്റിയതാണ്. അത് ഹിന്ദുവിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻസ് മുസ്ലിം പള്ളിയിലുണ്ട്, അത് ഇവിടെ മാത്രമല്ല ഉള്ളത്. അപ്പം പൊതുവേ സ്ത്രീയുടെ വിഷയമല്ല എടുത്തത്, മറിച്ച് ഒരു ഏറ്റവും അധികം തീർത്ഥാടകർ വരുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തെയാണ് ഫോക്കസ് ചെയ്തത്.
അതൊരുപാട് ഹിന്ദുക്കളുടെ വികാരം, അതിന് ജാതി മതത്തിനൊക്കെ അതീതമാണ്. ആ വികാരം വരുമ്പോൾ അവിടെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ അട്ടിമറിച്ചു. 2025 വന്നപ്പോഴത്തേക്ക് സ്വർണ്ണക്കൊള്ള ഒരു ചർച്ചയായിട്ട് മാറുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹിന്ദു വിരുദ്ധ നിലപാട്, ഇതിൻ്റെ ഉദാഹരണം ഞാൻ സാറിനോട് പറഞ്ഞു, അത് ഉദാഹരണം ഇനിയും കൂടുതൽ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമെടുക്കുന്നുള്ളൂ. അപ്പോൾ ഹിന്ദു വിരുദ്ധ നിലപാടൊന്ന് മാറ്റിയിട്ട് ഒരു മതേതര നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ നിഷ്പക്ഷവും നിർഭയവുമായ ഒരു മതേതര നിലപാട് സ്വീകരിക്കാൻ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകേണ്ടത്? ഇതൊരു ഗൗരവതരമായ വിഷയമാണ്. അതായത് ഇത് ഹിന്ദു വിരുദ്ധ നിലപാടോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടോ അങ്ങനെ ആലോചിക്കരുത്. അതായത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വിശ്വാസത്തിൻ്റെ തലത്തിൽ കൈക്കൊള്ളേണ്ട നിലപാടിനെക്കുറിച്ചൊരു വ്യക്തത വേണമെന്നുള്ളത് ശരിയാണ്. അത് ഈ കോവിഡിന് മുമ്പ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ അതങ്ങനെയാണ്, ആ നിലപാടിന് വേണ്ടി അങ്ങ് ക്യാമ്പയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വേറൊരു വിഷയമാണ്. സുപ്രീം കോടതി നിലപാടെടുത്താൽ സുപ്രീം കോടതി എടുക്കുന്ന വിധിയെ അനുസരിക്കാനും നടപ്പാക്കാനും ഒരു ഗവൺമെൻറ് ബാധ്യതയുണ്ട്. അതിനപ്പുറം പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ സമൂഹം ഒരു വിശ്വാസികളുടെ സമൂഹം. അത് എത്ര വലിയ യുക്തിവാദി പ്രചാരണം നടത്തിയാലും സമൂഹത്തിലെ മഹാഭൂരിപക്ഷം, അത് 98%, 97%, 98% അതിൻ്റെ തർക്കത്തിലുമുണ്ട്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. ഹിന്ദു വിശ്വാസികളാണ്, മുസ്ലിം വിശ്വാസികളാണ്, ക്രിസ്ത്യാനി വിശ്വാസികളാണ്. ഈ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ്, അതൊരിക്കലും വരാൻ പാടില്ല. വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. എന്നാൽ വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് വർഗീയതയാക്കിയാൽ അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്വവും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. സത്യത്തിൽ വർഗീയതയെ എതിർക്കേണ്ടത് യഥാർത്ഥ വിശ്വാസികളാണ്. അപ്പം യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ വർഗീയതയെ എതിർക്കാൻ പറ്റൂ. ഇന്ത്യയിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പം അതിന് പറ്റിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണ് എന്ന ബോധ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നതൊരു ശരിയായ വിമർശനമാണ്. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴുണ്ടായ ഈ സ്വർണ്ണക്കൊള്ളയൊന്നല്ല, അതൊക്കെ കേസാണ്, അത് കോടതിയിലും അവരുടെ നിരീക്ഷണത്തിലും അതങ്ങനെ നടക്കട്ടെ. പക്ഷേ അവിടെ ഈ സംഗമവും അതിനുശേഷമുള്ള കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങളിലും അതിലെല്ലാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസികളെ കൂടി സംരക്ഷിക്കുന്ന മതേതരത്വ നിലപാടിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം വിമർശനപരമായി പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉറപ്പിക്കേണ്ടത്. സാർ ഞാൻ ചോദിച്ച ഓക്കെ സാർ പറഞ്ഞു. അപ്പം അത് ഈ ഹിന്ദു വിരുദ്ധത അത് എനിക്ക് വേണ്ടത്ര മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിരുദ്ധത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുലർത്തുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത ഭയമുള്ള വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുക. ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയും ഇപ്പൊ പാകിസ്ഥാനിൽ ന്യൂനപക്ഷമായ ഹിന്ദു ഭയത്തിൽ കഴിയുകയാണ്. ചിലയിടത്ത് ന്യൂനപക്ഷമായ ഇന്ത്യയിൽ ചിലയിടത്ത് ന്യൂനപക്ഷമായ മുസ്ലിം ക്രിസ്ത്യാനി ഭയത്തിൽ കഴിയുന്നുവെന്ന് പല വാർത്തകളും വരുന്നുണ്ട്. അത്തരം ഭയത്തിൽ നമ്മളെപ്പോലെ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യത്ത് പാകിസ്ഥാനിലെ ഭയം, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഭയം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇന്ത്യ വ്യത്യസ്തമാണ്.
ഇന്ത്യ പാകിസ്ഥാൻ അല്ല. അത് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനപ്പുറം ഹിന്ദുക്കളുടെ ഏതെങ്കിലും ക്ഷേത്രമോ മറ്റു കാര്യങ്ങളോ ആക്രമിച്ചാൽ ചോദിക്കാൻ ആളില്ല എന്ന മട്ടിൽ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭൂരിപക്ഷമാണ്. ഇന്ത്യയുടെ ഗവൺമെൻറ് ആധാരങ്ങൾ പോലും അല്ലെങ്കിൽ അവധികൾ പോലും അത് ചിലർക്കൊക്കെ മതന്യൂനപക്ഷങ്ങൾക്ക് പരാതിയുള്ള കാര്യമാണ്. ഹിന്ദു ആചാരങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും പലതും നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ഏതെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ആധികാരികമായി പഠിച്ചിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങ് പറഞ്ഞതിനോട് ഒരിക്കലും വിയോജിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മതവിശ്വാസവും വർഗീയവാദവും രണ്ടാണ്. വർഗീയതയെ എതിർക്കുന്നു, പക്ഷേ മതവിശ്വാസത്തെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല എന്ന് അങ്ങ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു പാരമ്പര്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ, അത്തരൊരു നിലപാടിലെത്താൻ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കഴിയട്ടെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.